നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിയിൽ ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ സാങ്കേതിക സഹകരണ കൂട്ടായ്മ പ്രഖ്യാപനം. ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന സംരംഭമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ-US വ്യാപാര കരാർ പുതിയ വാരം വിപണിയുടെ ഗതി നിർണ്ണയിക്കാൻ സാധ്യത. ബാങ്ക് ലോൺ, നിക്ഷേപ വളർച്ച, വിദേശ നാണ്യശേഖരം എന്നീ മാക്രോ സാമ്പത്തിക റിപ്പോർട്ടുകൾ നിർണായകം. ഇന്ത്യ-ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിൽ നടപ്പാക്കുമെന്ന് പീയൂഷ് ഗോയൽ. കരാർ പ്രാബല്യത്തിൽ വരിക 2 ഘട്ടങ്ങളായെന്നും മന്ത്രി. അമേരിക്കൻ കോടതിയിൽ വൻ തിരിച്ചടിയേറ്റ് TCS. ട്രേഡ് സീക്രട്ട് കേസിൽ 1600 കോടി പിഴ അടയ്ക്കണമെന്ന് നിർദ്ദേശം. രാജ്യത്തിന്റെ 2ാം പാദ GDP കണക്കുകൾ ഈ ആഴ്ച പുറത്തുവരും. 7% വളർച്ച പ്രതീക്ഷിച്ച് വിപണി. വിശദമായ വാർത്തകൾ നോക്കാം. ത്രിരാഷ്ട്ര സഹകരണവുമായി G20 ഉച്ചകോടി. സാങ്കേതിക വിദ്യ, നവീകരണ പങ്കാളിത്തത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ സഖ്യം. 3 ഭൂഖണ്ഡങ്ങളിലെ ജനാധിപത്യ ശക്തികളുടെ സഹകരണം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ സാങ്കേതിക സഹകരണ കൂട്ടായ്മ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായും മോദി ചർച്ച നടത്തി. 3 ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതാകും ഈ സംരംഭമെന്ന് 3 നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ, വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണത്തിനുള്ള പിന്തുണ, ക്ലീൻ എനർജി, AI-യുടെ ബഹുജന സ്വീകാര്യത തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നിയാകും പുതിയ സംരംഭം പ്രവർത്തിക്കുക. സാങ്കേതിക സഹകരണ കൂട്ടായ്മ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസിൽ സഹകരണം വർദ്ധിപ്പിക്കും. ആഫ്രിക്കയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെ സംയുക്ത പ്രമേയവും പാസാക്കി. ഒരു രാജ്യവും അന്താരാഷ്ട്ര അതിരുകൾ മാറ്റാൻ ശക്തിയോ ഭീഷണിയോ ഉപയോഗിക്കരുതെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കി. എല്ലാ രൂപത്തിലുള്ള ഭീകരവാദത്തെയും പ്രമേയം അപലപിച്ചു. വംശം, ലിംഗഭേദം, ഭാഷ, മതം എന്നിവ പരിഗണിക്കാതെ മനുഷ്യന്റെ അവകാശങ്ങളെയും മൗലിക സ്വാതന്ത്ര്യങ്ങളെയും ബഹുമാനിക്കണമെന്നും പ്രമേയം വ്യക്തമാക്കി. സാധാരണഗതിയിൽ ഉച്ചകോടിക്ക് ശേഷമാണ് സംയുക്ത പ്രസ്താവനകൾ ഉണ്ടാകാറുള്ളത്. ഇത്തവണ ഉച്ചകോടിയുടെ തുടക്കത്തിൽ തന്നെ നേതാക്കളുടെ പ്രഖ്യാപനം അംഗീകരിച്ചത് ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ-US വ്യാപാര കരാർ പുതിയ വാരം വിപണിയുടെ ഗതി നിർണ്ണയിക്കാൻ സാധ്യത. സർക്കാർ ബജറ്റ് മൂല്യം, ബാങ്ക് ലോൺ, നിക്ഷേപ വളർച്ച, വിദേശ നാണ്യശേഖരം തുടങ്ങിയ മാക്രോ സാമ്പത്തിക റിപ്പോർട്ടുകളും നിർണായകം. ഇന്ത്യ-US വ്യാപാര ചർച്ചയിൽ നല്ല വാർത്ത ഉടൻ പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് വിപണിയിൽ പ്രതീക്ഷയായത്. $191 ബില്യൺ നിന്ന് 2030 ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ വർദ്ധിപ്പിക്കാനാണ് നിലവിലെ ചർച്ച ലക്ഷ്യമിടുന്നത്. കരാർ പ്രാബല്യത്തിലേക്ക് വന്നാൽ അത് വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് റെലിഗെയർ ബ്രോക്കിംഗിലെ അജിത് മിശ്ര പറയുന്നത്. നവംബർ മാസത്തിൽ ഇന്ത്യ-US ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതേസമയം US തൊഴിൽ റിപ്പോർട്ടാണ് ആഗോള വിപണിക്ക് നിർണായകമാവുക. 43 ദിവസത്തെ സർക്കാർ ഷട്ട്ഡൗൺ കാരണം ഒക്ടോബർ മാസത്തെ തൊഴിൽ റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നില്ല. അതിനാൽ ഒക്ടോബറിലെ പേറോൾ ഡേറ്റ നവംബറിലെ റിപ്പോർട്ടിനൊപ്പം പുറത്തിറങ്ങും. സ്വർണത്തിന് തിരുത്തൽ നേരിട്ടെങ്കിലും ശക്തമായ ബുള്ളിഷ് പ്രവണതയുണ്ട്. US ഫെഡ് തീരുമാനങ്ങളെ ആശ്രയിച്ചുള്ള സ്വർണവിലയുടെ ഗതിക്കൊപ്പം വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം നിക്ഷേപകരോട് ആവശ്യപ്പെട്ടു. ഈ 4 ഘടകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും മിശ്ര കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ-ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിൽ നടപ്പാക്കുമെന്ന് പീയൂഷ് ഗോയൽ. കരാർ പ്രാബല്യത്തിൽ വരിക 2 ഘട്ടങ്ങളായെന്നും മന്ത്രി. ഇസ്രായേൽ മന്ത്രി നിർ ബർക്കറ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ നോ ഹാങ്ങിങ് ഫ്രൂട്ട് അഥവാ എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്ന സഹകരണങ്ങളിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളിലെയും വ്യാപാരബന്ധം അതിവേഗത്തിൽ പുനരാരംഭിക്കുന്നതിനാണ് ഈ നീക്കം.
കരാറിനായുള്ള ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രം ഇന്ത്യയും ഇസ്രായേലും ഒപ്പുവെച്ചിട്ടുണ്ട്. തീരുവകളും തീരുവ ഇതര തടസ്സങ്ങളും നീക്കി ചരക്കുകൾക്ക് വിപണി പ്രവേശനം ഉറപ്പാക്കുക, നിക്ഷേപം സുഗമമാക്കുക, കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുക, IT കൈമാറ്റ സഹകരണം വർദ്ധിപ്പിക്കുക, സേവന വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിയമങ്ങൾ ലഘൂകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിൽ നടത്തിയ ത്രിദിന പര്യടനത്തിന് ശേഷമാണ് ഗോയൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഏഷ്യയിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 2022 വരെ വ്യാപാരം ഓരോ വർഷവും മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയതോടെ വ്യാപാരം തകർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതിയിലും ഇറക്കുമതിയും പകുതിയായി. വീണ്ടും സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പീയൂഷ് ഗോയൽ ടെൽ അവീവിലെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ കോടതിയിൽ വൻ തിരിച്ചടിയേറ്റ TCS. ട്രേഡ് സീക്രട്ട് കേസിൽ 1600 കോടി പിഴ അടയ്ക്കണമെന്ന് നിർദ്ദേശം. ടെക് ഭീമനായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അമേരിക്കയിൽ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിലാണ് TCSന് തിരിച്ചടിയേറ്റത്. 2019 കമ്പ്യൂട്ടർ സയൻസ് കോർപ്പറേഷൻ നൽകിയ ഹർജിയാണ് കേസിനാധാരം. TCS അക്കാലത്ത് ട്രാൻസ് അമേരിക്കയുമായി $2 ബില്യൺ വലിയ കരാർ ഏറ്റെടുത്തിരുന്നു. ഈ സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് കോർപ്പറേഷന്റെ സോഫ്റ്റ്വെയറിലേക്ക് നിയമപരമായ പ്രവേശനമുണ്ടായിരുന്ന ട്രാൻസ് അമേരിക്കയിലെ ചില ജീവനക്കാർ TCSലേക്ക് മാറി. ഇതോടെ TCSന് കമ്പ്യൂട്ടർ സയൻസ് കോർപ്പറേഷന്റെ സോഫ്റ്റ്വെയറിലേക്ക് അനധികൃത പ്രവേശനം ലഭിച്ചു. ഇതുപയോഗിച്ച് TCS ഇൻഷുറൻസ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ ശ്രമിച്ചു. ഇതിനായി കമ്പ്യൂട്ടർ സയൻസ് കോർപ്പറേഷന്റെ ട്രേഡ് സീക്രട്ടുകൾ ദുരുപയോഗം ചെയ്തെന്നാണ് ആരോപണം. പിന്നാലെ കോടതിയിൽ നിന്ന് TCSന് 1600 കോടിയുടെ പിഴ വന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ ഹർജിയിലാണ് 5th സർക്യൂട്ട് കോടതി നേരത്തെയുള്ള വിധി ശരിവച്ചിരിക്കുന്നത്. ഇതോടെ TCS ഈ തുക അടയ്ക്കേണ്ട സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ വിധി TCS ഓഹരികൾക്ക് ഹ്രസ്വകാലത്തേക്ക് ഒരു നെഗറ്റീവ് സെന്റിമെന്റ് നൽകാൻ സാധ്യതയുണ്ട്. കാരണം വിധി വന്നതോടെ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകളിൽ ആവശ്യമായ അക്കൗണ്ടിംഗ് പ്രൊവിഷനുകൾ ഉൾപ്പെടുത്തുമെന്ന് TCS അറിയിച്ചു. ഇത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ ലാഭത്തെ നേരിട്ട് ബാധിക്കും. വലിയ നഷ്ടപരിഹാര തുക TCSലേക്കുള്ള ക്യാഷ് ഫ്ലോയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിക്ഷേപകർക്കുണ്ടാകാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തിന്റെ രണ്ടാം പാദ GDP കണക്കുകൾ ഈ ആഴ്ച പുറത്തുവരും. 7% വളർച്ച പ്രതീക്ഷിച്ച് വിപണി. വെള്ളിയാഴ്ചയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം GDP കണക്ക് പുറത്തുവിടുക. ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ വലിയ വളർച്ചാ പ്രതീക്ഷയാണ് സാമ്പത്തിക വിദഗ്ധരും റേറ്റിംഗ് ഏജൻസികളും പുലർത്തുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ യഥാർത്ഥ GDP 7.8% വളർന്നിരുന്നു. ഇത് 2024-2025 സാമ്പത്തിക വർഷത്തിലെ ഇതേ പാദത്തിലെ 6.5% വളർച്ചയേക്കാൾ മികച്ച പ്രകടനമാണ്. അതേസമയം വളർച്ച 7%ലേക്ക് എത്തുമെന്നാണ് ICRAയുടെ പ്രവചനം. അതായത് ഏപ്രിൽ-ജൂൺ കാലയളവിലെ 7.8% വളർച്ചയിലായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സേവന കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്കിലെ കുറവാണ് മൊത്തത്തിലുള്ള GDP കുറയാനുള്ള പ്രധാന കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. സേവന മേഖലയുടെ വളർച്ച 9.3%-ൽ നിന്ന് 7.4%-ലേക്ക് കുറയുമെന്നാണ് പ്രതീക്ഷ. കാർഷിക മേഖലയിൽ 3.7%-ൽ നിന്ന് 3.5%-ലേക്കും വളർച്ച കുറഞ്ഞേക്കാം. എന്നാൽ ഓഹരി വിപണിയെ സ്വാധീനിക്കുക അറ്റപരോക്ഷ നികുതി കണക്കായിരിക്കും. ഈ പാദത്തിൽ അറ്റപരോക്ഷ നികുതി വാർഷികാടിസ്ഥാനത്തിൽ കുറയാനാണ് സാധ്യത. ഇത് നികുതി വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിർണായകമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. G20 ഉച്ചകോടിയിൽ ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ സാങ്കേതിക സഹകരണ കൂട്ടായ്മ പ്രഖ്യാപനം. ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന സംരംഭമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ-US വ്യാപാര കരാർ പുതിയ വാരം വിപണിയുടെ ഗതി നിർണ്ണയിക്കാൻ സാധ്യത. ബാങ്ക് ലോൺ, നിക്ഷേപ വളർച്ച, വിദേശ നാണ്യശേഖരം എന്നീ മാക്രോ സാമ്പത്തിക റിപ്പോർട്ടുകൾ നിർണായകം. ഇന്ത്യ-ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിൽ നടപ്പാക്കുമെന്ന് പീയൂഷ് ഗോയൽ. കരാർ പ്രാബല്യത്തിൽ വരിക 2 ഘട്ടങ്ങളായെന്നും മന്ത്രി. അമേരിക്കൻ കോടതിയിൽ വൻ തിരിച്ചടിയേറ്റ് TCS. ട്രേഡ് സീക്രട്ട് കേസിൽ 1600 കോടി പിഴ അടയ്ക്കണമെന്ന് നിർദ്ദേശം.
രാജ്യത്തിന്റെ രണ്ടാം പാദ GDP കണക്കുകൾ ഈ ആഴ്ച പുറത്തുവരും. 7% വളർച്ച പ്രതീക്ഷിച്ച് വിപണി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.